ടീച്ചർ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 ഗണിതാണ് കേട്ടോ. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തു അല്ലെ. പുതിയ ബുക്കാണ് 2024 അല്ലെ. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു നമ്മൾ എടുത്തതാണ്, രൂപങ്ങൾ വരയ്ക്കാന്നായിരുന്നു. അത് നമ്മൾ എടുത്തു അല്ലെ. ഇനി സെക്കൻഡ് ചാപ്റ്റർ എന്താണ്, സംഖ്യകൾ കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ എന്താണ് പറയുന്നത് നോക്കാം അല്ലെ. കളം നിറയ്ക്കാം അല്ലെ. ടോക്കൺ ഉപയോഗിച്ചുള്ള ഒരു കളിയാണിത് കേട്ടോ. 1 മുതൽ 100 വരെയുള്ള ടോക്കണുകൾ ഉപയോഗിച്ച് കളം നിറയ്ക്കണം. മിൻഹയും കൂട്ടുകാരും കളിച്ചത് നിങ്ങളും കളിക്കൂ, ടീച്ചർ നിങ്ങളെ സഹായിക്കും. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 65 എഴുതിയ ടോക്കൺ എവിടെ വെക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 65 എഴുതിയ ടോക്കൺ എവിടെ വെക്കും, അതുപോലെ എങ്ങനെ കണ്ടുപിടിച്ച് 1 മുതൽ 100 വരെ എഴുതിയ ടോക്കണുകൾ യോജിച്ച കളങ്ങൾ വരയ്ക്കുക. മഞ്ഞ നിറമുള്ള കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്, മറ്റ് പാറ്റേണുകൾ കണ്ടെത്തി പല നിറം കൊടുക്കൂലേ. അപ്പൊ മക്കളെ ഇതൊരു കളിയാണ് അല്ലെ. അപ്പൊ ഞാനിപ്പോ ഒരു നമ്പർ പറയാൻ 22 എന്ന് പറയുകയാണെങ്കിൽ ആ 22 എവിടെ വെക്കും, എവിടെയാ 22 വെക്കുക നമ്മള്. ഇപ്പൊ 22 ആണെങ്കിൽ 21ന്റെ ശേഷമാണ് 22 വെക്കുക അല്ലെ. അപ്പൊ അവിടെ 22 നോക്കൂ അല്ലെ. പിന്നെ ഞാൻ ഇപ്പൊ പറയാണ് 35. അപ്പൊ 35 എവിടെ വെക്കും. അപ്പൊ ഇവിടെ എത്രയാണ് നോക്കൂ, ഇത് 11 കഴിഞ്ഞിട്ട് 21 കഴിഞ്ഞിട്ട് പിന്നെ 30 ഇവിടെ വരും അല്ലെ. പിന്നെ 30 കഴിഞ്ഞിട്ടാണ് 35. അപ്പൊ 1 2 3 4 5 ഇവിടെ 35 35 നോക്കൂ അല്ലെ. 35 അല്ലെ. 35 ഈ കളങ്ങളിൽ നോക്കൂ അല്ലെ. ഇനി ഞാൻ പറയാണ് എന്താണ് 41 എന്ന് പറയാം, 41 എന്ന് പറയാം. അപ്പൊ 41 എവിടെ വെക്കുക, അത് അവിടെ അല്ലെ. 4 1 40 കഴിഞ്ഞിട്ടാണ് 41 അല്ലെ. 40 കഴിഞ്ഞിട്ട് 41 അല്ലെ. ആ കളം വരയ്ക്കുക. ഇനി ഞാൻ ടീച്ചർ ഒരു നമ്പർ പറയാണ്, എന്താണ് 42 എന്ന് പറയാ. 42 എവിടെ വെക്കും, 42 എവിടെ വെക്കും. 42 ഇവിടെ അല്ലെ. 41 കഴിഞ്ഞിട്ടാണ് 42 അല്ലെ. അപ്പൊ 42 അവിടെ വെക്കും അല്ലെ. ഓക്കെ. ദെൻ അടുത്ത ടീച്ചർ പറയാണ് 56 എന്ന് എവിടെ വെക്കുക, 56 ഇവിടെ എന്താണ് 41 അവിടെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് 50 വരും അല്ലെ. പിന്നെ 50 കഴിഞ്ഞിട്ട് എന്താണ് 51, അവിടെ 55 ഉണ്ടല്ലോ. അപ്പൊ 55 കഴിഞ്ഞിട്ടാണ് 56 അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ വെക്കുക 56 അല്ലെ. നമുക്ക് നിങ്ങളൊരു ഇഷ്ടമുള്ള ഒരു നമ്പർ പറഞ്ഞിട്ട് എവിടെ വെക്കുക എന്ന് നോക്കൂ. ഇനി ഞാൻ പറയണേ 99 എന്ന് പറയാം. 99 എവിടെ വെക്കുക, 100ന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് 99 അല്ലെ. പിന്നെ 98 99ന്റെ മുന്നേ ആയിട്ട് അല്ലെ, 98 അല്ലെ. ഓക്കെ, 98. ഇനി ഞാൻ പറയാണ് 90 എവിടെ വെക്കും, 100ന്റെ നേരെ മേലെയായിട്ട് അല്ലെ. നമ്മൾ നമ്പേഴ്സ് അറിയുന്നല്ലേ നിങ്ങൾക്ക്, അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പൊ 65 എഴുതിയ ടോക്കൺ എവിടെ വെക്കുക, 65 എഴുതിയ ടോക്കൺ എവിടെ വെക്കും. 60 എവിടെയാ വരിക, 55ന്റെ എവിടെ, 56 57 58 59 60 ഇവിടെ വരും അല്ലെ. പിന്നെ 65 അല്ല വേണ്ടത്. അപ്പൊ 61 62 63 64 65 ഇവിടെ വരും അല്ലെ. 65 ഓക്കെ 65 55 നേരെ ചൂട്ടിലായിട്ട് വരും അല്ലെ. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിച്ചത്, 60 കഴിഞ്ഞിട്ടാണ് എന്ത് 65 അല്ലെ. അപ്പൊ എന്നിട്ട് കണ്ടുപിടിക്കുക അല്ലെ. പിന്നെ 1 മുതൽ 100 വരെയുള്ള പുതിയ ടോക്കണുകൾ യോജിച്ച കളങ്ങളിൽ വെക്കുക. 1 മുതൽ 100 വരെയുള്ള ടോക്കണുകൾ എന്താക്കുക, യോജിച്ച കളങ്ങളിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഇത് 1 2 3 4 5 6 7 8 9 10 നമുക്ക് മുകളിൽ തന്നുണ്ട് അല്ലെ. പിന്നെ 21 11 പിന്നെ ഇവിടെ എന്ത് വരും 12 അല്ലെ. ഇവിടെ 12 വരും. പിന്നെ ഇവിടെ എന്താ വരിക 13. ഓക്കെ. ഇനി ഇവിടെ എന്ത് വരും 14 15 16 അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. എങ്ങനെ എഴുതേണ്ട അറിയാലോ. അപ്പൊ അത് എഴുതുക. പിന്നെ 75 എങ്ങനെ വരും, 75 എവിടെ വരിക മക്കളെ, 75 വരിക എവിടെയാണ് 7 10 പിന്നെ 5 കൂടി കൂട്ടിയതാണ് അല്ലെ. അപ്പം ഇവിടെ 7 10 എവിടെ ഉണ്ടാവുക, അത് 10 20 30 40 50 50 60 70 അല്ലെ. 70 കഴിഞ്ഞിട്ട് എന്താണ് 70 കഴിഞ്ഞിട്ട് എന്താണ് 75 പറഞ്ഞ 5 കൂട്ടുക അല്ലെ. 71 72 73 74 75 അല്ലെ. ഇവിടെ വരും 75. അപ്പൊ 7 10 5 ഒന്നുകളുമാണ് എന്ത് 75 എന്ന് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ് ഈ വികരണത്തിലൂടെ മഞ്ഞ വരയിലൂടെ പോകുന്ന വരകളുടെ പ്രത്യേകത എന്താ, ഇവിടെ എന്തായിരിക്കും, ഇവിടെ 23 അല്ലെ. ഇവിടെ 23 ആയിരിക്കും. പിന്നെ ഇവിടെ എത്ര ആയിരിക്കും 34 അല്ലെ. പിന്നെ ഇവിടെ എന്താ, ഇവിടെ 45 അല്ലെ. എന്താ പ്രത്യേകത നോക്കിയാൽ 45 4 കഴിഞ്ഞിട്ട് 5 5 കഴിഞ്ഞിട്ട് 6 ഇവിടെയോ 6 കഴിഞ്ഞിട്ട് 7 അല്ലെ 67. ഇവിടെ എത്രയായിരിക്കും 78 അല്ലെ. എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, 78. ഇവിടെ എത്രയായിരിക്കും 89 അല്ലേ.
എന്തെങ്കിലും പ്രത്യേകതയായി തോന്നുന്നുണ്ടോ? ഓരോ നമ്പർ കഴിഞ്ഞിട്ട് അടുത്ത നമ്പറാണല്ലേ വരുന്നത്. പിന്നെ ഈ നമ്പർ എന്താണ്? 11, 22. ഇവിടെ എത്ര ആയിരിക്കും? പിന്നെ വേറെ ഏതെങ്കിലും വികരണത്തിലൂടെ നിങ്ങൾക്ക് ഇത് വരുന്നു. വികരണം എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞുള്ള ഇതിലൂടെ അങ്ങനെ പോകുന്നതാണ് വികരണം കേട്ടോ. അപ്പം അങ്ങനെ വരുന്ന ഏതെങ്കിലും വരുന്നുണ്ട്. ഇനി 22, ഇവിടെയോ 33 അല്ലേ? സെയിം നമ്പർ തന്നെ അല്ലേ? ഇവിടെയോ 44 അല്ലേ? പിന്നെ ഇവിടെ 55, ഇവിടെ എത്രയാണ്? 66, ഇവിടെയോ 77, പിന്നെ ഇവിടെ 88, പിന്നെ ഇവിടെ 99 അല്ലേ? അപ്പോൾ ഈ പറയാൻ എന്താ പ്രത്യേകത എന്താണ്? ഈ വികരണത്തിൽ 11 ഇങ്ങനെ കൂട്ടിപ്പോവല്ലേ? ഇതും അങ്ങനെ തന്നെ 11 കൂട്ടിപ്പോവല്ലേ? പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്താക്കുക, ഈ കളങ്ങൾ ഫുള്ളാക്കുക കേട്ടോ. ഇവിടെ 15 ചെയ്ത് 16, 17, 18, 19, 20 അല്ലേ? അത് ടീച്ചർ കാണിച്ചു തരാം ഇങ്ങനെ എഴുതേണ്ടി എന്നുള്ളത്. ഇപ്പം ഇതാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? സ്കൂൾ സ്റ്റോറാണ് അല്ലേ? അപ്പോൾ സ്കൂൾ സ്റ്റോറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ? സ്കൂൾ സ്റ്റോറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വില വിവര പട്ടികയാണ് അല്ലേ? അവിടെ നോക്കിയ ഒരു കുട്ടി അച്ഛനും എന്താണ് സ്കൂൾ സ്റ്റോറിൽ വന്നതാണ് അല്ലേ? അപ്പോൾ എന്താണ് അവിടെ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഉള്ളത്? ക്രയോൺസ് ഉണ്ട് അല്ലേ? 25 രൂപ. പിന്നെ അതുപോലെ എന്താണ് പേൻ ഉണ്ട് അല്ലേ? 20 രൂപ. പിന്നെ സ്കെച്ച് പെൻ ഉണ്ട്, പാക്കറ്റിന് 40 രൂപ. നോട്ട്ബുക്കോ 60 രൂപ. പിന്നെ മാർക്കർ പേന പാക്കറ്റ് 75 രൂപ. സ്കെയിൽ 5 രൂപ. ബ്രൗൺ പേപ്പർ 15 രൂപ. മിൻഹ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെ സാധനങ്ങളാകാൻ വാങ്ങിയത്? ഞാൻ കണക്കാക്കിയത്, നിങ്ങൾ കണക്കാക്കിയതൊക്കെ 100 രൂപയ്ക്ക് ഏതൊക്കെ വാങ്ങാൻ പറ്റും? 100 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്താക്കുക? 100 രൂപയാവുമ്പോൾ നമുക്ക് എന്താക്കുക? എന്താണ് ഒരു മാർക്കർ പേനൻ്റെ പാക്കറ്റ് 75 രൂപ അല്ലേ? പിന്നെ ഒരു ക്രയോൺസ് 25. അപ്പോൾ 75 25 എന്തായി? 100 ആയില്ലേ? ഇനി വേറെ ഏതൊക്കെ ടൈപ്പിൽ നമ്മൾ വാങ്ങാതാ? ഒരു സ്കെച്ച് പെൻ പാക്കറ്റ് 40 രൂപയും നോട്ട്ബുക്ക് എന്താ 60 40 40 100 ആയില്ലേ? പിന്നെ ഏതാ നമുക്ക് വാങ്ങാം? പിന്നെ ഏതാ വാങ്ങാൻ പറ്റുക? ക്രയോൺസിന് എത്ര വില മക്കളെ? 25 രൂപ അല്ലേ? പേനൊക്കെ എത്ര വില? 20. നേരെ എഴുതി കണ്ടില്ലേ? 20. സ്കെച്ച് പെന് പാക്കറ്റിന് എത്ര വില? 40 രൂപ അല്ലേ? നോട്ട്ബുക്കിന് എന്താ വില? 60 അല്ലേ? നേരെ തന്നതാണ് ഇതിന്റെ വില കേട്ടോ. മാർക്കർ പേന പാക്കറ്റിന് എത്ര വില? 75 രൂപ അല്ലേ? സ്കെയിലിന് എത്ര രൂപ? 5 രൂപ. കണ്ടോ? ബ്രൗൺ പേപ്പറിന് 15 രൂപ. ഈ മിൻഹ ആരുടെ കൂട്ടത്തിലാണ് സാധനം വാങ്ങാൻ വന്നത്? അച്ഛൻ്റെ കൂട്ടത്തിൽ അല്ലേ? പിന്നെ ഇതിൽ ഏറ്റവും കൂടിയ വില ഏതാണ്? ഇതിൽ ഏറ്റവും കൂടിയ വില ഏതാണ്? 75 രൂപ അല്ലേ? കുറഞ്ഞ ഏതാണ്? സ്കെയിൽ 5 റുപ്യൻ്റെ അല്ലേ? പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പം മിൻഹ എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയത്? 100 രൂപയ്ക്ക് അല്ലേ? അപ്പം ഏതൊക്കെയൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് നിങ്ങൾ കണക്കാക്കിയൊന്നും എന്താണ് ഇവിടെ എഴുതുക കേട്ടോ. പിന്നെ ചങ്ങാതി കണക്കാക്കിയതും ഇവിടെ എഴുതുക. ഓക്കെ, പിന്നെന്താ വേറെയും രീതികളുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എന്താ സാധ്യത? മാർക്കർ പേന പാക്കറ്റ് 75 രൂപ, ക്രയോൺസ് 25 രൂപ അല്ലേ? നമ്മൾ കണക്കാക്കിയത് ആകെ 100 രൂപ. ഇനി സാധ്യത 2 കൂട്ടുകാർ വാങ്ങിയ എങ്ങനെയൊക്കും? സ്കെച്ച് പെൻ പാക്കറ്റ് 40 രൂപ, നോട്ട്ബുക്ക് വലുത് 60 രൂപ അല്ലേ? ആകെ 100 രൂപ. അപ്പം ഇങ്ങനെ കണക്കാക്കാം നമുക്ക്. മനസ്സിലായല്ലോ? അപ്പം 100 രൂപ കിട്ടാൻ ഏതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങേണ്ടതാണ് നമ്മളെ ചോദ്യത്തിൽ വന്നത് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ അതേ തന്നെ നമ്മൾ എഴുതി. ഓക്കെ, 75 25 കൂട്ടിയ എത്ര?
100 അല്ലേ. 40 60 കൂട്ടിയാൽ എത്രയാ 100 അല്ലേ. കൂട്ടി നോക്കൂ. ഇനി വേറെയും സാധ്യതകളുണ്ട്. ഇപ്പൊ 2 എണ്ണല്ലേ നമ്മൾ കണക്കാക്കി. ഇനി 3 എണ്ണം വെച്ചിട്ട് നോക്കിയാലോ. ഇപ്പൊ നോക്ക്, ഇപ്പൊ 75 1 അല്ലേ, പിന്നെ 20ഉം പേന 20, പിന്നെ സ്കെയിൽ 5. അപ്പൊ 75 + 20 + 5 20 + 5 25, 75 + 25 100 അല്ലേ. അപ്പൊ നമുക്ക് ഒരു പേനയും ഒരു മാർക്കർ പേന പാക്കറ്റും ഒരു സ്കെയിലും വാങ്ങിയാൽ നമുക്ക് 100 രൂപ ആവാം അല്ലേ. അല്ലെങ്കിൽ പിന്നെ വേറൊരു സാധ്യത എങ്ങനെ പറയാം നമുക്ക്, 3 സാധനം തന്നെ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതാ മാർക്കർ പേന പാക്കറ്റ് 75 രൂപ, സ്കെയില് പറഞ്ഞില്ലേ 20 അല്ലേ. വേറെ ഏത് രീതിയാന്ന് പറയാ, പേന 20, പിന്നെ നോട്ട്ബുക്ക് 60, അപ്പൊ 80 ആയില്ലേ. പിന്നെ സ്കെയിൽ 5 രൂപന്റെ, ബ്രൗൺ പേപ്പർ 15, അപ്പൊ ഇത് 4 കൂടി കൂട്ടി എത്രയായി 100 ആയി അല്ലേ. ആയില്ലേ. നോക്കിയാൽ 20ഉം 60 എത്രയാ 80ഉം പിന്നെ 80ഉം പിന്നെ സ്കെയിലിന് 5 85ഉം പിന്നെ ബ്രൗൺ പേപ്പറിന് എത്രയായി 85 + 15 കൂട്ടിയേ 100 ആയില്ലേ. അങ്ങനെ ഏതൊക്കെയാ ടൈപ്പിൽ നമുക്ക് ഇത് 100 രൂപ കിട്ടും. ഏതൊക്കെ സാധനങ്ങൾ വാങ്ങും 100 രൂപനോട്. ഇപ്പൊ 3 സാധനങ്ങളാണ് വാങ്ങിയെങ്കിൽ മാർക്കർ പേന പാക്കറ്റിന് 75 രൂപ, സ്കെയിൽ 5 രൂപ, പേന 20 രൂപ, എല്ലാം കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും 75 5 80, 80 + 20 100 അല്ലേ. ഇനി ക്രയോൺസ് 3 സാധനം തന്നെ. ക്രയോൺസ് 25, ബ്രൗൺ പേപ്പർ 15, നോട്ട്ബുക്ക് വലുത് 60 അല്ലേ. അപ്പൊ 25ഉം 15ഉം എത്രയായി 40 ആയി അല്ലേ. കൂട്ടി നോക്ക്, 40ഉം 60 എത്രയാണ് 100 അല്ലേ. അപ്പൊ 3 വീതം നമുക്ക് വിലകൾ എന്താ മനക്കണക്കായി കൂട്ടി നോക്കാം അല്ലെ. പിന്നെയോ ഇനി 4 സാധനങ്ങളാണ് വാങ്ങുന്നതെങ്കിലോ, 4 സാധനം വാങ്ങുന്നെങ്കിൽ നമുക്ക് ഏതൊക്കെ വാങ്ങാൻ നമ്മൾ പറഞ്ഞില്ലേ. 4 സാധനങ്ങളെങ്കിൽ മിൻഹ വാങ്ങിയതെങ്കിൽ ഏതൊക്കെ വാങ്ങും, നോട്ട്ബുക്ക് വലുത് 60 രൂപ, സ്കെയിൽ 5 രൂപ, പേന 20 രൂപ, ബ്രൗൺ പേപ്പർ 15 രൂപ. എല്ലാം കൂടി കൂട്ടി എത്ര ഉണ്ടാവും 60 5 65 അല്ലെ. 65ഉം 20 എത്രയാണ് 85 അല്ലെ. 85ഉം 15ഉം എത്രയാ 100 രൂപ അല്ലെ. ഇനി ക്രയോൺസ് നോക്കി 25 രൂപ, ബ്രൗൺ പേപ്പർ 15 രൂപ, പേന 20 രൂപ, സ്കെച്ച് പെൻ പാക്കറ്റ് 40 രൂപ. അപ്പൊ നമ്മൾ കൂട്ടി നോക്കി ഒക്കെ കൂടി 100 ആണോ ഒന്ന്. 25ഉം 15ഉം എത്രയാ 25 5 30 30 10 40, 40ഉം 20 എത്രയാ 40 50 60, 60ഉം 40 എത്രയാ 100 അല്ലേ. അപ്പൊ 100 രൂപ. ഓക്കെ. ഇനി സാധ്യതകളുണ്ടോ, 4 വിലകൾ എന്താ മനക്കണക്കായി നിങ്ങൾ കൂട്ടി നോക്കുക കേട്ടോ. പിന്നെ 5 സാധനങ്ങൾ 100 രൂപക്ക് വാങ്ങാൻ സാധ്യതയുണ്ടോ, 5 സാധനങ്ങൾ 100 രൂപക്ക് വാങ്ങാൻ സാധ്യത ഉണ്ടോ നോക്കൂ. ഉണ്ടോ 5 സാധനങ്ങൾ 25 വരുന്നുണ്ടോ. അപ്പം അതിൽ നിങ്ങൾ നോക്ക് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്, പെൻസിൽ കമ്പനിയാണ് കേട്ടോ. പെൻസിൽ കമ്പനി എന്താന്ന് നോക്കാം നമുക്ക്. മിൻഹയുടെ അച്ഛൻ എന്താണ് പെൻസിൽ കമ്പനി ഉണ്ട് കേട്ടോ. 10 പെൻസിലുകളാണ് ഒരു പാക്കറ്റിൽ നിറയ്ക്കുക. എത്ര പെൻസിലാണ് പാക്കറ്റിൽ നിറയ്ക്കുക 10 പെൻസിൽ കേട്ടോ. 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വെക്കും. എന്താണ് ഒരു പാക്കറ്റിൽ 10 പെൻസിൽ. ഓക്കെ. ഇനി എന്താണ് ആ 10 പാക്കറ്റുകളും കൂടി വേറൊരു പെട്ടി വെക്കും. അപ്പോൾ ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടാവും 10 പാക്കറ്റ് ഉണ്ടാവും. ആ 10 പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ 10 പെൻസിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം എത്രയാണ്. അപ്പോൾ എന്താണ് ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം എത്രയാണ് 10 അല്ലേ. അപ്പൊ എത്രയാണ് നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ 10 എന്ന് എഴുതാം അല്ലെ. ഒരു പാക്കറ്റിലെ പെൻസിലിന്റെ എണ്ണം 10. ഓക്കെ. ഇനി ഇവിടെ ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ്, ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം 10. ഓക്കെ. അങ്ങനെ ആവുമ്പോൾ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ്, ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ്, ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം എത്രയാ 10 അല്ലേ. ഇനി ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ് 10 അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്, ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും ഒരു പെട്ടിയിൽ 10 പാക്കറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ആ പാക്കറ്റിൽ ഓരോ പാക്കറ്റിൽ എത്ര ഉണ്ട് 10 പെൻസിലും ഉണ്ട് അല്ലെ. അപ്പൊ ഒരു പെട്ടിയിൽ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ട് 10 പെൻസിൽ. രണ്ടാമത്തെ പാക്കറ്റിൽ എത്ര ഉണ്ട് 10 അല്ലെ. 10 10 20. പിന്നെ മൂന്നാമത്തെ പാക്കറ്റിലോ 10, അപ്പൊ 30. 3 കൂടി കൂട്ടിയാൽ 30 ആയി അല്ലെ. പിന്നെ നാലാമത്തേലും 10 ഉണ്ട്. അപ്പൊ നാലാമത്തെ പാക്കറ്റും കൂടി കൂട്ടുമ്പോൾ എത്രയായി 40 ആയി, 50 ആയി. 10 ആണെങ്കിൽ എത്രയായി 100 ആയി കേട്ടോ. അപ്പൊ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ എത്രയാണിത് ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ് 100. ഓക്കെ. ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ് 100 അല്ലെ. ഈ പെൻസിലുകൾ പെട്ടിയിലാക്കിയത് നോക്കൂ. പെൻസിലുകളുടെ എണ്ണം എഴുതി കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്,
ഒരു പെട്ടിയിൽ 10 പാക്കറ്റ് ഉണ്ട് അല്ലെ. ആ ഒരു പാക്കറ്റിലോ 10 പെൻസിലുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ അത് എന്താണ് ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം ചോദിച്ചാൽ എന്താണ്, ഒരു പെട്ടിയിലുള്ള ആകെ പാക്കറ്റുകളുടെ എണ്ണം 10 അപ്പൊ ആ പാക്കറ്റിന്റെ ഉള്ളിൽ ഓരോ 10 പെൻസിലുകൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ്? 100. ഓക്കെ, ഇനി പെൻസിലുകൾ പെട്ടിയിലാക്കി നോക്കുക. പെൻസിലുകളുടെ എണ്ണം എഴുതി കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു പെട്ടിയിൽ എത്ര ഉണ്ട്? 100 പെൻസിലുണ്ട് അല്ലെ. ഒരു പാക്കറ്റിലാണെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 ആയിരുന്നു അല്ലെ. അപ്പൊ ഒരു പെട്ടിയിൽ എത്ര ഉണ്ട്? 10 എണ്ണത്തിന് എന്താണ് 10 പാക്കറ്റ് ഉണ്ട്. ഒരു പെട്ടിയിൽ 10 പാക്കറ്റിലുണ്ട്. ഓരോ പാക്കറ്റിലും എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 100 അല്ലെ. അങ്ങനെ ആവുമ്പോ ഓരോ പാക്കറ്റിലും 10 ആണ് അല്ലെ. അപ്പൊ 10 പാക്കറ്റ് ഉണ്ടാവുമ്പോൾ 100. അപ്പൊ ഒരു പെട്ടിയിൽ എത്രയാണ്? 100 പെൻസിലാണ് ഉള്ളത്. ഓക്കെ, ഇനി 2 പെട്ടിയിലാണെങ്കിലോ 2 പെട്ടി ഉണ്ട് അല്ലെ. അപ്പൊ 2 പെട്ടിയിലാവുമ്പോ എത്രയായി? ഇത് 100, ഇത് 100. അപ്പൊ 100 100 എത്രയായി? 200 അല്ലെ. അപ്പൊ 200 ആയി. ഓക്കെ, ഇനി അടുത്ത എന്താ എത്ര പാക്കറ്റ് ഉണ്ട്? 3 പെട്ടി ഉണ്ട് അല്ലെ. 3 പെട്ടിയിൽ 3 അല്ല 2 കഴിഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ 2 പെട്ടിയിൽ എത്രയാണ്? 200 പെൻസിൽ അല്ലെ. അങ്ങനെ ആകുമ്പോ എത്ര പെട്ടി ഉണ്ട്? 1 2 3 4 5 5 പെട്ടി ഉണ്ട് അല്ലെ. 5 പെട്ടിയിലാവുമ്പോ എത്രയായി? 5 100 അല്ലെ. 100 200 300 400 500 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം എത്രയാ? 500 എഴുതാം അല്ലെ. ഇവിടെ 500 എഴുതാം. 500 അല്ലെ. അപ്പൊ 500 ആവുമ്പോ 500 അല്ലെ. ഇനി ഇത് എത്ര പെട്ടി ഉണ്ട്? 1 2 3 4 അല്ലെ. 4 പെട്ടി ഉണ്ട്. 4 100 ആവുമ്പോ ഇപ്പൊ 4 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം? 4 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, മനസ്സിലായാലും 400 അല്ലെ. ഇനി ഇത് എത്രയാണ്? എത്ര പെട്ടി ഉണ്ട്? 1 2 3 4 5 6 പെട്ടിയാണ് അല്ലെ. അപ്പൊ 6 ഇട്ടിട്ട് എത്ര? ഓരോന്നിനും 100 പെട്ടി ഇതല്ലേ ഉള്ളത്. അപ്പൊ 6 ഇട്ടിട്ട് എന്താക്കുക? 2 0 ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ നോക്ക് 100 200 300 400 500 600 അല്ലെ. 600 ഇട്ട് കൊടുത്ത് അല്ലെ. ഇനി ഇതെത്ര പെട്ടി ഉണ്ട്? 1 2 3 പെട്ടി ഉണ്ട് അല്ലെ. അപ്പൊ 3 പെട്ടി ആകുമ്പോ എത്ര 100 അത്? 3 100 ഉണ്ട് അല്ലെ. അപ്പൊ 300 അല്ലെ. 3 100 ആകുമ്പോ 3 100 അല്ലെ. അപ്പൊ 3 2 0 ഇട്ട് കൊടുക്കുക അല്ലെ. ദെൻ അടുത്തത് ഇത് എത്ര പെട്ടി ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലെ. 8 പെട്ടി ഉണ്ട് അല്ലെ. 8 പെട്ടിയിൽ ഓരോ പെട്ടിയിൽ 100 വരുമ്പോ എത്ര വരും? 8 100 ആവും അല്ലെ. 8 100 എന്ന് പറയുമ്പോ 800 അല്ലെ. മനസ്സിലായല്ലോ? 800. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 പെട്ടി ഉണ്ട് അല്ലെ. അപ്പൊ 7 പെട്ടി ഉണ്ടാവുമ്പോ 7 100 അല്ലെ. അപ്പൊ 7 100 ആവുമ്പോ 700 അല്ലെ. 7 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക അല്ലെ. 700. ഇനി അടുത്ത നോക്കിയേ 1 2 3 4 5 6 7 8 എത്ര ഉണ്ട്? 9 അല്ലെ. ഇത്ര 1 2 3 4 5 6 7 8 9 9 ഇട്ടിട്ട് എന്താക്കുക? 9 പെട്ടി ഉണ്ട് അല്ലെ. ഓരോന്നിനും 100. അപ്പൊ 9 100 വരുമ്പോ എത്രയാ? 9 100 വരുമ്പോ 900. എന്താ വയ്ക്കുക? 900 അല്ലെ. അപ്പൊ 9 100 900. അങ്ങനെയാണെങ്കിൽ 10 പെട്ടിയിൽ എത്ര ഉണ്ടാവും? 10 പെട്ടിയിൽ എത്ര ആയിരിക്കും മക്കളെ? 10 പെട്ടിയിൽ 10 100 അല്ലെ. 10 100 പറയുമ്പോ 10 ഇട്ടിട്ട് 2 0 ഇട്ട് എടുക്കുക അല്ലെ. അതിന് നമ്മൾ വായിക്കുക എന്താ അറിയാം? 1000. എന്താണ്? 1000 എന്ന് വായിക്കും കേട്ടോ. അപ്പൊ 10 ഇട്ടിട്ടല്ലേ നമ്മൾ ഒരു 0 ഇട്ടെടുക്കുക. അപ്പൊ 10 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക അല്ലെ. 10 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി? 1000. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 ഇട്ടിട്ട് 2 0 അല്ലെ. 10 പെട്ടിയിൽ എത്ര ഉണ്ടാവും? 10 പെട്ടിയിലാണെങ്കിൽ 10 100 ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെന്താവും? 1000 എന്ന് എഴുതും അല്ലെ. എന്താണ്? 1000. 10 100 എന്താ നമ്മൾ പറയാ? 1000 എന്നാ പറയാ കേട്ടോ. അപ്പൊ 10 പെട്ടിയിൽ എത്ര പെൻസിൽ ഉണ്ടാവും? 1000 പെൻസിൽ കേട്ടോ. അപ്പൊ നമുക്ക് എന്താക്കാം? 10 100 വരുമ്പോ എന്താണ്? 1000 ആണ് കേട്ടോ. എന്താണ്? 10 100 വരുമ്പോ 1000. അപ്പൊ ഇത് മനസ്സിലാവില്ല അല്ലെ. 10 100 പറയുമ്പോ 1000 അല്ലെ. അതുപോലെ നിങ്ങൾ എന്താക്കുക?